മന്ത്രിസഭ പുനഃസംഘടന. ഗണേഷ് കുമാറും കടന്നപ്പള്ളിയും മന്ത്രിമാരാക്കും. സംസ്ഥാന മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നു. എറണാകുളത്ത് ജനുവരി 1, 2 തീയതികളിൽ നടക്കുന്ന നവകേരള സദസ്സിൽ കെ.ബി. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി പങ്കെടുത്തേക്കും. ഇരുവരുടെയും സത്യപ്രതിജ്ഞാ തീയതിയും വകുപ്പുകളും ഈ മാസം 24-ന് ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ തീരുമാനിക്കും. ഗണേഷ് കുമാറിന് ഗതാഗതവും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പും നൽകാനാണ് നിലവിലെ സാധ്യത. നിലവിൽ ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മന്ത്രിസഭയിൽ നിന്ന് പുറത്തുപോകും. ഡിസംബർ 29-ന് സത്യപ്രതിജ്ഞ നടക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ തീയതിയിൽ അന്തിമ തീരുമാനം എടുക്കും മുൻപ് ഗവർണറുടെ സമയം കൂടി തേടേണ്ടതുണ്ട്. ഗവർണർ സമ്മതം മൂളിയാൽ ഈ മാസം അവസാനം തന്നെ ഇരുവരുടെയും മന്ത്രിസഭാ പ്രവേശനം നടക്കും. ഗതാഗത മന്ത്രി ആന്റണി രാജുവും തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിലും ഇതിന് പിന്നാലെ രാജിവെക്കും. ഇതേ വകുപ്പുകൾ തന്നെയാണ് പകരം വരുന്നവർക്ക് നൽകാറുള്ളത്. കെ.ബി. ഗണേഷ് കുമാറിന് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും ഇപ്പോൾ നൽകുന്ന വകുപ്പുകൾ കൈകാര്യം ചെയ്ത് മുൻപരിചയമുണ്ട്. അതിനാൽ തന്നെ മന്ത്രിസഭ ഒന്നാകെ അഴിച്ചുപണി നടത്തി വകുപ്പുകൾ വെച്ചുമാറാനുള്ള സാധ്യതയില്ല. കേരള കോൺഗ്രസ് ബിയിലെ ഏറ്റവും ശക്തനായ കെ.ബി. ഗണേഷ് കുമാർ ഏതാണ്ട് 2 പതിറ്റാണ്ട് മുൻപ് തന്നെ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്ത് അനുഭവപരിചയമുണ്ട്. 2001-ൽ ആന്റണി മന്ത്രിസഭയിൽ ചുമതല ഏൽക്കുമ്പോൾ 35 വയസ്സ് മാത്രമായിരുന്നു ഗണേഷിന്റെ പ്രായം.